അംഗങ്ങൾ തെരുവ് വിളക്കിന്റെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം പല പ്രാവശ്യം സഭയിൽ ഉന്നയിക്കുന്ന സമയത്തും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അതിനൊരു പരിഹാരം കാണുകയോ ചെയ്യാതെ ഏതൊരു പ്രമേയം വന്നാലും തന്നെ നമ്മുടെ തിരുവനന്തപുരം സഭയ്ക്കകത്ത് നിരവധി നീറുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി സഭയിൽ ഉന്നയിക്കുന്ന സമയത്ത് സഭയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി കഴിഞ്ഞ 3.5 വർഷത്തിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ കേരളത്തിന്റെ സംസ്ഥാനത്തിലെ CPM-ന്റെ നേതാക്കന്മാരും പറഞ്ഞത്, ഞങ്ങളിതാ അവതരിപ്പിച്ചിരിക്കുന്നു കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ, ഒരു സ്ത്രീയെ നമ്മൾ തിരുവനന്തപുരത്തിന്റെ 10 ലക്ഷത്തോളം വരുന്ന ജനവിഭാഗങ്ങളെ ഭരണം നടത്തുവാൻ വേണ്ടി ഞങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു മേയറെ അവതരിപ്പിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഞങ്ങളിതാ അവതരിപ്പിച്ചിരിക്കുന്നു ആര്യ രാജേന്ദ്രനെ ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ മാതാവായി പിതാവായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി തിരുവനന്തപുരം നഗരം തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് വേണ്ടി, ഇവിടത്തെ വയോവൃദ്ധർക്ക് വേണ്ടി, സമസ്ത മേഖലയിലുമുള്ള ജനവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഇതാ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും അതിനെ സംബന്ധിച്ചൊരു എതിരഭിപ്രായം പറയുവാൻ പോയില്ല. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിൽ പാർട്ടി ലീഡറും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മറ്റ് മുതിർന്ന അംഗങ്ങളും ഒരു കാര്യം പറഞ്ഞു. ഈ തിരുവനന്തപുരം പ്രബുദ്ധതയുള്ള ഒരു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് പക്വതയും പാകുതയുമുള്ള ഒരാളിനെ, ഒരു ഇരുത്തം വന്ന ഒരു കാര്യകർത്താവിനെ, ഒരു ഇരുത്തം വന്ന ഒരു കൗൺസിലറിനെ മേയറാക്കിക്കൂടെ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ 3.5 വർഷക്കാലം ഈ നാട് ഭരിച്ചു. നിങ്ങൾക്കറിയാം, ഈ തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, മുഴുവൻ റോഡുകളും യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ മൂക്കിലും മൂലയിലുമുള്ള എല്ലാ റോഡുകളും. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്, ഭാരതീയ ജനതാ പാർട്ടിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റൊന്നാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചിട്ടുള്ള തുകകൾ, ആ തുകകൾ യഥാസമയം കരാറുകാർക്ക് കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ കരാർ എടുത്തത് പൂർത്തീകരിക്കുവാനോ കരാറുകാർ തയ്യാറാകുന്നില്ല. കുടിവെള്ളത്തിന്റെ പ്രശ്നം ഇന്നും പത്രങ്ങളിലുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളത്തിന് വേണ്ടി കേഴുന്ന ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരമാണ്. ആ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ ധർമ്മസമരത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ഭരണസ്തംഭനത്തിന് മാത്രമല്ല, ഈ തിരുവനന്തപുരം നഗരത്തിന്റെ പിതാവല്ലെങ്കിൽ മാതാവ് എന്ന് പറയപ്പെടുന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ ധിക്കാരവും ധാർഷ്ട്യവും നടന്ന സമീപനത്തിനെതിരെയാണ്. കഴിഞ്ഞ 27-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ KSRTC ബസ്. ആ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ബസ് യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും, ആ യാത്രക്കാരെ മാത്രമല്ല അത് ഓടിച്ച ഡ്രൈവറെയും അവർക്കെതിരെ പുലമ്പിയ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരു മേയറുടെ ഭാഗത്തു നിന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിച്ച കാര്യം. KSRTC നമ്മുടെ സാവല്യം കോംപ്ലക്സിന്റെ മുമ്പിൽ വെച്ച് നമ്മുടെ മേയറും
അതുപോലെ തന്നെ മേയറിന്റെ ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും അതുപോലെ തന്നെ മേയറിന്റെ സഹോദരൻ അരവിന്ദിന്റെ ഭാര്യയും മറ്റൊരാൾ കണ്ടാൽ അറിയാവുന്ന അതാരാണെന്ന് ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല പോലീസ്. KSRTC ബസ്സിനെ ചെറുത്തു. എന്തിനു വേണ്ടി? പട്ടത്ത് വെച്ച് KSRTC ബസിന്റെ ഈ സഞ്ചരിക്കുന്ന വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒരൊറ്റ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ KSRTC ബസിനെ പിന്തുടർന്നുകൊണ്ട് റോങ് സൈഡിൽ കൂടി വാഹനം ഓട്ടിച്ച് ആ വാഹനം സാഫല്യം കോംപ്ലക്സിന്റെ മുന്നിൽ വെച്ച് സീബ്ര ലൈനിൽ ക്രോസ് ചെയ്ത് ആ KSRTC ബസിനെ തടയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മേയർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ആ ഡ്രൈവറുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഇവര് ആദ്യം പറഞ്ഞത് എന്താണ്? ഇവരാദ്യം പറഞ്ഞത് ആ KSRTC ബസ് ഓടിച്ച ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നാണ്. മെഡിക്കൽ വൈദ്യ പരിശോധന നടത്തിയ സമയത്ത് അത് കള്ളമാണെന്ന് തെളിഞ്ഞു. പിന്നീട് പറഞ്ഞത് എന്നെ അപകടപ്പെടുത്തുവാൻ വേണ്ടി, എന്റെ സഹോദരനെ അപകടപ്പെടുത്തുവാൻ വേണ്ടി, എന്റെ ഭർത്താവിനെ അപകടപ്പെടുത്തുവാൻ വേണ്ടി ഈ ഡ്രൈവർ വാഹനം ഓടിച്ചു എന്നുള്ളതാണ്. പട്ടം വരെ നമ്മുടെ സാഫല്യ കോംപ്ലക്സ് വരെയുള്ള CCTV ക്യാമറകൾ KSRTCയുടെ വിജിലൻസ് വിഭാഗം പരിശോധിച്ചു. ആ പരിശോധിച്ച സമയത്ത് അതും കള്ളമാണെന്ന് തെളിഞ്ഞു. പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവസാനം ഒരു ആയുധമുണ്ട്. ആ പാർട്ടിയുടെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ അണികൾക്കും മറ്റൊരു അവസാനമായി ഒരു ആയുധമുണ്ട്: സ്ത്രീ പീഡനം. ലൈംഗിക ചേഷ്ട കാണിച്ച് ഞങ്ങളെ കുടുംബത്തെ ആക്ഷേപിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് മൂന്നാമത് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ലൈംഗിക ചേഷ്ട കാണിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന മേയർ, ആ മേയർ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് ഈ തിരുവനന്തപുരം നഗരസഭയുടെ അകത്ത് ഞങ്ങളുടെ സഹോദരിമാര്, ഞങ്ങളുടെ കൗൺസിലർമാര് സമരം നടക്കുകയുണ്ടായി, ഉപവാസ സമരം നടക്കുകയുണ്ടായി. ആ ഉപവാസ സമരത്തിൽ ഞങ്ങളുടെ കൗൺസിലർമാർ, നമ്മുടെ സഹോദരിമാർ അവരുടെ ചേംബറിൽ കയറി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ആ സമയത്ത് അവരുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട്, അവരുടെ ഷോളറിൽ ചവിട്ടിക്കൊണ്ട്, അവരുടെ കാലിൽ ചവിട്ടിക്കൊണ്ട്, അവരുടെ തലമുടിയിൽ ചവിട്ടിക്കൊണ്ട്, തലയിൽ ചവിട്ടിക്കൊണ്ട് ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് അവകാശപ്പെടുന്ന മേയർ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് നിങ്ങളെല്ലാ ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ കൂടിയും നമ്മൾ കണ്ടതാണ്. ഈ സ്ത്രീയാണ് പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു ഡ്രൈവർ എന്ന്. നമ്മുടെ FIR പരിശോധിക്കുന്ന സമയത്ത് മൊഴിപ്പകർപ്പ് ഞാൻ വായിക്കുകയുണ്ടായി. ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നത് മാത്രമല്ല, ആ FIR-ൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ യദുവിന്റെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ബസിനെ തടഞ്ഞു നിർത്തി. ആ തടഞ്ഞു നിർത്തിയതിനു ശേഷം അതിന്റെ അകത്ത് കയറി യാത്രക്കാരെ എന്തു വിളിച്ചു എന്ന് ഞാൻ ഈ പൊതുസമൂഹത്തോട് പറയുന്നില്ല. ഒരു ക്ലൂ തരാം. പൂ എന്നുള്ള വാക്കാണ് ആദ്യം ഉപയോഗിച്ചത്. ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ആ വണ്ടിക്കകത്ത് കയറി. മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ് ആ ഡ്രൈവറിന്റെ അടുത്ത് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ ചിന്ത വിളിച്ചു, ഇറക്കി വിട്ടു. ഇവിടെ ആരാണ് തെറ്റുകാര്? നമ്മുടെ ആര്യ രാജേന്ദ്രൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ ആ രാത്രി 10:30 മണി 27-ാം തീയതി രാവിലെ 10:30 മണിക്ക് ആ നടു റോഡിൽ കടന്നുകൊണ്ട് ധിക്കാരപൂർവമായ സമീപനമാണ് എടുത്തത്. ഇതൊരു മേയറിന് ഭൂഷണമാണോ? ഒരു നഗരത്തിന്റെ 10 ലക്ഷത്തോളം വരുന്ന ജനവിഭാഗത്തെ ഭരിക്കുന്ന ഒരു മേയർ ഇത്തരം നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നത് നമുക്ക് മുഴുവൻ അപമാനമാണ്.
നമ്മുടെ നഗരത്തിലെ മുഴുവൻ ജനവിഭാഗത്തിനും അപമാനമാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ പറ്റില്ല. കാരണം അന്വേഷിക്കാൻ അതിന്റെ അകത്തൊരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആ CCTV ക്യാമറയ്ക്കകത്തുള്ള മെമ്മറി കാർഡ് 28-ാം തീയതി മുതൽ കാണാതായി. ആരാണ് മോഷ്ടിച്ചത്, ആരാണ് എടുത്തത്, അത് എടുത്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം എന്നുള്ളതെല്ലാം ഇവിടുത്തെ ജനവിഭാഗത്തിന് അറിയാം. പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. ഈ ആര്യ രാജേന്ദ്രന്റെ ധിക്കാരവും ദാഷ്ട്യവുമായ ഈ പെരുമാറ്റത്തിന് ഒരു അറുതി വരുത്തണം. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നഗരത്തിലെ ജനവിഭാഗത്തിന് വേണ്ടിയുള്ള കുടിവെള്ളം, ഈ തെരുവോരങ്ങളിലെ തെരുവ് വിളക്കുകൾ, റോഡുകളിലുള്ള ഈ അറ്റകുറ്റപ്പണികൾ, ഇതൊക്കെ അടിയന്തരമായി നടത്തണം. ഈ ഭരണ സ്തംഭനത്തിനെതിരെയാണ് ഈ സമരം. ഈ ധർമ്മസമരം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം നഗരത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരും നമ്മുടെ 34 കൗൺസിലർമാരും ഒരു സൂചന എന്നുള്ള തലത്തിലാണ് ഈ സമരത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പരിപാടിയിൽ ആമുഖമായി മറ്റു കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഗുരുനാഥനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന കൗൺസിലറായ പി അശോക് കുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ജയ് ഹിന്ദ്. ഈ തിരുവനന്തപുരം നഗരം ഭരണത്തിനിടയിൽ ധിക്കാരത്തിന്റെയും അധികാരത്തിന്റെയും അതുപോലെ തന്നെ ധാർഷ്ട്യത്തിന്റെയും ഒക്കെ പ്രതീകമായി ഈ നാട്ടിൽ ഭരണം നടത്തുന്നതിന്റെ ഫലമായി തിരുവനന്തപുരം നഗരത്തിലെ നഗരസഭാ ഭരണത്തിൽ ആ ഭരണത്തിന്റെ സ്തംഭനത്തിനും എതിരെയാണ് നാം ഈ സമരപരിപാടി, ഈ ധർമ്മ സമരം ഒരു സൂചന എന്നുള്ള നിലയിൽ ആരംഭിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീമതി ടീമലാനി, ജില്ലയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന അഡ്വക്കേറ്റ് ഗിരികുമാർ, മറ്റ് സഹ കൗൺസിലർമാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇത് ഒരു ധർമ്മ സമരമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ധർണ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അടിയന്തരമായി മേയർ സ്ഥാനത്ത് നിന്ന് മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. കാരണം തിരുവനന്തപുരത്തിന് ഇത്രയേറെ നാണക്കേട് വരുത്തിയ ഒരു മേയർ നാളിതുവരെ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം അവശേഷിക്കുകയാണ്. യാതൊരു കാരണവും കൂടാതെ യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനെ പാളയത്ത് വെച്ച് ചേർക്കുകയും അതിന് കുറുകെ കൊണ്ടവരുടെ സ്വകാര്യ വാഹനം പാർക്കുകയും ചെയ്തതിനു ശേഷം ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് കയറി നടത്തിയ അതിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്റെ പ്രിയ സുഹൃത്ത് ശ്രീമാൻ അജിത്ത് ഇവിടെ വിവരിച്ചു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിട്ട് ആ പാവപ്പെട്ട ഒരു ഡ്രൈവറെ ശ്രീമാൻ യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഞങ്ങൾക്ക് പോലും പറയുവാൻ അറപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരു മേയർ എന്നുള്ള രീതിയിൽ തുറന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അധിക്ഷേപങ്ങൾ നടത്തി അതിന്റെ പിന്നാലെ ഇപ്പൊ പരക്കം പായുകയാണ്. കഴിഞ്ഞ ദിവസം 30-ാം തീയതി കൂടിയ തിരുവനന്തപുരം നഗരസഭ കൗൺസിലിന്റെ ഒരു യോഗത്തില് ഈ മേയറെ സംരക്ഷിക്കണമെന്നും മേയർക്കെതിരായി അതിക്രമങ്ങൾ കാട്ടിയ ലൈംഗിക ചേഷ്ടകൾ കാണിച്ച ഡ്രൈവർ ശിവൻ യദുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ഒരു വാക്കാൽ പ്രമേയം LDFന്റെ ഭരണപക്ഷത്തുള്ള കൗൺസിലർമാര് സഭയിൽ കൊണ്ടുവരികയുണ്ടായി. മുനിസിപ്പൽ ആക്ടിലെ 18-ാം ചട്ടപ്രകാരം, അതായത് കേരള മുനിസിപ്പൽ കൗൺസില് യോഗ നടപടികളെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചുള്ള ചട്ടങ്ങളാണ് കാര്യങ്ങളിൽ പറയുന്നത്. ആ 18-ാമത്തെ ചട്ടത്തില് 4-ാമത്തെ ഈ ഉപചട്ടത്തിൽ പറയുന്നു, ഇത്തരം ഒരു പ്രമേയം ആ കൗൺസിൽ ഒരിക്കലും അവതരിപ്പിക്കുവാൻ പാടില്ല, അതിന് അനുമതി നൽകുവാൻ മേയർക്ക് യാതൊരു അധികാരവുമില്ല, തികച്ചും നിയമത്തിന്റെ അജ്ഞതയാണ് മേയറെ അതിന് തയ്യാറാക്കിയത് എന്നാണ് ചട്ടത്തിൽ പറയുന്നത്.
18ാം ചട്ടത്തില് 4ാം ഉപചട്ടത്തിൽ പറയുന്നത് ഭരണപരമായ കാര്യങ്ങളെ കുറിച്ച്, കൗൺസിലിനെ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പ്രമേയങ്ങൾ മാത്രമേ കൗൺസിലെ അവതരിപ്പിക്കുവാൻ പാടുള്ളൂ. ഈ ഉപചട്ടത്തിൽ പറയുന്നത് ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ സ്വഭാവദൂഷ്യത്തെ കുറിക്കുന്ന കാര്യങ്ങൾ അത് നഗരസഭയുമായി ബന്ധമില്ലെങ്കിൽ ഒരു കാരണവശാലും നഗരസഭ കൗൺസിൽ അവതരിപ്പിക്കുവാൻ പാടില്ല എന്നാണ്. ഇതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രമേയമാണ് 30-ാം തീയതി കൂടിയ കൗൺസിൽ യോഗത്തില് മേയറെ സംരക്ഷിക്കുന്നതിന് വേണ്ടി LDF കൗൺസിലർമാര് നഗരസഭയിൽ അവതരിപ്പിച്ചത്. ഈ പ്രമേയം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിനടുത്തു കൂടിയ കൗൺസിൽ യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാര് ആവശ്യപ്പെടുകയും ആ ആവശ്യം അംഗീകരിക്കാത്തതുകൊണ്ട് ഞങ്ങൾ സഭ വിട്ട് പുറത്തു പോവുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ന്യായമായിട്ട് ഒരു കാര്യവും വാർഡിൽ ചെയ്യുവാൻ അനുവാദം നൽകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഭരിക്കുന്ന ഈ നഗരസഭയിലുള്ളത്. റോഡുകൾ മുഴുവൻ താറുമാറായിരിക്കുകയാണ്. ഈ ഓരോ വർഷവും ഓരോ വാർഡിന് 80 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഒരു പൈസ പോലും ഒരു വാർഡിനും അനുവദിച്ചിട്ടില്ല എന്നുള്ള സത്യം അവശേഷിക്കുകയാണ്. നേരം വെളുത്താൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം ഉറക്കാൻ കിടക്കുന്നവരെ ഫോണിൽ കിട്ടുന്ന മെസ്സേജ്, ആ പോസ്റ്റിലെ ലൈറ്റ് കത്തുന്നില്ല, ഈ പോസ്റ്റിൽ ലൈറ്റ് കത്തുന്നില്ല, അവിടെ വെള്ളമില്ല എന്നൊക്കെയാണ്. ഇതിന്റെ മേലധികാരികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇപ്പോൾ സാമ്പത്തികമായിട്ട് നിവൃത്തിയില്ലാത്ത ഘട്ടമായതുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കണ്ട എന്നുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാന് കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ കൗൺസിലിലെ ഒരംഗമാണ്. നാളിതുവരെ ഇല്ലാത്ത പ്രയാസങ്ങളാണ് ഇപ്പോൾ ഈ കൗൺസിലിൽ എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു മേയർ ഈ നഗരസഭയിൽ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് 10 ലക്ഷം വരുന്ന ഈ ജനതയാണ്. ആ ജനതയെ ബോധവൽക്കരിക്കുവാനും അവർക്ക് ശ്രീമതി ആര്യ രാജേന്ദ്രനെതിരായി പ്രതികരിക്കുവാനും ഈ നഗരസഭയെ ശുദ്ധമാക്കിയിട്ട് ഈ നഗരത്തെ രാഷ്ട്രീയത്തിന് അതീതമായി കാണാൻ കരുത്തുള്ളവരാക്കി മാറ്റുവാനും വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ നട്ടുച്ച നേരത്ത് ചൂടും വെയിലും ഒക്കെ കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഈ ധർണ നടത്തുന്നു. ഞങ്ങളോടൊപ്പം നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഭാരത്. പരിപാടിയുടെ അധ്യക്ഷൻ തിരുവനന്തപുരം നഗരസഭയുടെ പ്രതിപക്ഷ ഉപനേതാവ് BJP ജില്ലാ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ കരമരാജിത്ത്, മറ്റൊരു പ്രതിപക്ഷ ഉപനേതാവും ജില്ലാ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ തിരുമല അനിൽ, പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളും പാൽക്കുളങ്ങര വാർഡ് കൗൺസിലറായിട്ടുള്ള പ്രിയപ്പെട്ട അശോക് കുമാർ സാർ, മറ്റ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJP തെരുവിലേക്ക് പ്രത്യക്ഷ സമരവുമായി ഇറങ്ങുന്നത് ഈ ധർണയാണ് ആയി ബന്ധപ്പെട്ടാണ്. BJP നേതൃത്വം കൊടുക്കുന്ന കൗൺസിലർമാർ കഴിഞ്ഞ 2 ദിവസവും തിരുവനന്തപുരം നഗരസഭ സമ്മേളനം കൗൺസിൽ യോഗം നടന്നപ്പോഴേക്കും പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ വളരെ ശക്തമായിട്ട് ഇന്ന് സമരത്തിന് ആസ്പദമായ വിഷയത്തിൽ കൗൺസിലിനുള്ളിൽ പ്രതികരിച്ചില്ല. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ വിഷയം തെരുവിലേക്ക് കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി BJP ഇന്ന് ഈ ധർണ നടത്തുന്നതിന്റെ പിന്നിൽ അപകടകരമായ ഒരു സംസ്കാരം തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് മുളയിലേ നുള്ളുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇന്ന് ഈ ധർണയ്ക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പരാമർശിച്ച KSRTC ബസ്സിനെ സ്വകാര്യ കാർ കൊണ്ടുവന്ന് വഴിയിൽ തടഞ്ഞിട്ടിട്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണാധികാരിയും ഒരു MLAയും അവരുടെ സഹപ്രവർത്തകരും അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെ തെരുവിൽ കാണിച്ച ആ അഴിഞ്ഞാട്ടം, അതിനെ തുടർന്ന് വന്ന് വാർത്തകൾ നിരീക്ഷിച്ചപ്പോഴേക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് KSRTC ബസ്സിന് ഉള്ളിലുള്ള ക്യാമറയിൽ നിന്നും മെമ്മറി കാർഡ് മോഷണം പോയി എന്നുള്ളതാണ്.
എന്നാൽ അടുത്ത ദിവസങ്ങളിൽ കേരള പോലീസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ആ മെമ്മറി കാർഡ് മോഷണം നടത്തിയതിന്റെയും അതിന്റെ ഗൂഢാലോചനയുടെയും പുറകിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ഉൾപ്പെടുന്നവർ ഉണ്ട് എന്നുള്ള അപകടകരമായ രാഷ്ട്രീയ സംസ്കാരം മുളയിലേ നുള്ളുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് BJP തെരുവിലേക്ക് സമരവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഏവരും ആശങ്കയിലാണ്. ഒരു സർക്കാർ ബസ്സിൽ നിന്നും CCTVയുടെ മെമ്മറി കാർഡ്, ആ ക്യാമറയുടെ മെമ്മറി കാർഡ് ഊരാൻ വേണ്ടി അല്ലെങ്കിൽ അത് മോഷണം നടത്താൻ വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ജനാധിപത്യ സ്ഥാപനത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരി ഗൂഢാലോചന നടത്തുന്നു എന്ന് പറഞ്ഞാൽ, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ഒരു MLA നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ ആശങ്കയോടുകൂടിയാണ് നോക്കുന്നത്. ഞങ്ങൾ ഈ നഗരസഭാ ഭരണ സംവിധാനം വന്ന നാൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയോടും കേരള സമൂഹത്തോടും പറഞ്ഞിരുന്നു, അപകടകരമായ കളിയാണ് നിങ്ങൾ കളിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിക്ക് കുറച്ച് വാർത്ത കിട്ടാൻ വേണ്ടി, ഒരു കൗതുകത്തിന് വേണ്ടി ലോകത്ത് ഞങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു, 21 വയസ്സുള്ള ആളിനെ മേയറാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു ദിവസം ജനശ്രദ്ധ നിങ്ങളുടെ പാർട്ടിയിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ഈ ഒരു അവിവേകം ഒരു നഗരത്തെ എന്നല്ല ഒരു നാടിനെ മുഴുവൻ തന്നെ അധർമ്മത്തിന്റെ കൊടികുത്തി വാഴുന്ന ഇടമായി മാറ്റാൻ പോവുകയാണ് എന്ന് അത് BJP പറഞ്ഞിരുന്നു. ഞാൻ ഓർക്കുന്നു, ഈ മേയർ ഭരണത്തിലേറി ആദ്യത്തെ 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വികസന സെമിനാർ വച്ചു. തിരുവനന്തപുരം മാർവാൻസ് കോളേജിന് അടുത്തുള്ള ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ വെച്ച വികസന സെമിനാർ ഈ നഗരത്തിലെ 10-15 ലക്ഷം ജനങ്ങളുടെ ഒരു വർഷത്തെ വികസന താല്പര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വികസന സെമിനാർ അവിടെ വച്ചിട്ട് ആ വികസന സെമിനാറിനെ അതെഴുതിയ ഒരു കടലാസിന്റെ വില പോലും കൊടുക്കാതെ കണ്ണൂരിലേക്ക് പാർട്ടി സമ്മേളനത്തിന് പോയിട്ട് ധിക്കാരത്തോടെ മറുപടി പറഞ്ഞ ആ നിമിഷം തന്നെ ഈ മേയറെ തിരുവനന്തപുരവും പ്രതിപക്ഷ BJP എഴുതി തള്ളിയാണ്. അന്ന് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയോട് പറഞ്ഞു. അതിനുശേഷം വന്ന ഈ ബസ് തടഞ്ഞ സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്ക്. ഞാൻ ചോദിച്ചോട്ടെ, ഈ കോർപ്പറേഷനിൽ ഒഴിവന്ന താൽക്കാലിക നിയമനങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റ് ചോദിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് വേണ്ടി ഈ മേയർ കത്തെഴുതി. ആ കത്ത് ടൈപ്പ് ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കമ്പ്യൂട്ടറിലാണ്. ആ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ ഉള്ളവ ഇവർക്ക് വേണ്ടി നിങ്ങൾ മോഷണം നടത്തിക്കൊണ്ട് പോയില്ലേ? ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കരം തട്ടിപ്പ്, വീട്ടുകരം തട്ടിപ്പ്, ആ വീട്ടുകരവുമായി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ മേയർക്കുള്ള പങ്കിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ രേഖകളൊക്കെ തന്നെ നിങ്ങൾ മോഷണം നടത്തിക്കൊണ്ട് പോയില്ലേ മാർക്സിസ്റ്റ് പാർട്ടി? തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്, ആ കേസിന്റെ അന്വേഷണം അത് അട്ടിമറിക്കുവാനും മൂടി വയ്ക്കുവാനും വേണ്ടി ഈ നഗരസഭയുടെ മേയർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് കൂട്ടുനിന്നില്ലേ മാർക്സിസ്റ്റ് പാർട്ടി? ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ ബോധമില്ലാത്ത അഹങ്കാരം, ധാർഷ്ട്യം ഇതൊക്കെ മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകയ്ക്ക് വേണ്ടി ഒരു കോർപ്പറേഷന്റെ ഭരണം മുഴുവനും അട്ടിമറിക്കുവാനും തകിടം മറിക്കുവാനും മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായതിന്റെ വലിയ വിലയാണ് ആ പാർട്ടിക്ക് കൊടുക്കേണ്ടി വരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി എന്ത് വില കൊടുത്താലും ഞങ്ങൾക്ക് തർക്കമില്ല, നിങ്ങൾ എന്ത് വേണോ കൊടുത്ത. പക്ഷേ ഈ നാട് കൊടുക്കേണ്ടി വരുന്നത് 750 രൂപയ്ക്ക് ശമ്പളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ലോങ് ട്രിപ്പ് KSRTC ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവർമാർ, ആ പാവങ്ങൾക്ക് പ്രതീക്ഷയാണ് 750 ശമ്പളം കിട്ടുമെന്ന്. ആ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ബസ് തടഞ്ഞപ്പോൾ അദ്ദേഹം മോദിയോട് ചോദിക്കുകയാണ്, എനിക്ക് ശമ്പളം തമ്മിൽ നിങ്ങൾ സംസാരിക്കൂ. MLA-യോടും മേയറോടും പറയുന്നു, നിങ്ങളുടെ പാർട്ടിയോട് നിങ്ങളുടെ ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് എന്റെ ശമ്പളം തമ്മിൽ നിങ്ങൾ സംസാരിക്കൂ, നിങ്ങൾ ശമ്പളം തമ്മിൽ എന്നോട് സാധ്യം കാണിക്കൂ. അത്തരത്തിലുള്ള ഒരു സാധാരണക്കാരനായ ഡ്രൈവർ. നമ്മളൊക്കെ തന്നെ വാഹനം ഓടിക്കുന്നവരാണ്. സുഹൃത്ത്, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് എറണാകുളം വരെ തൃശ്ശൂർ വരെ കാർ ഓടിച്ചിട്ട് തിരിച്ചു വന്നു. സത്യത്തിൽ ഇത്രയും മാനസിക സമ്മർദ്ദം അനുഭവിച്ച നിമിഷങ്ങളില്ല. കാരണം അത്രത്തോളം ട്രാഫിക് ബ്ലോക്കാണ് റോഡിൽ. റോഡ് മുഴുവനും ഹൈവേയും അതുപോലെ തന്നെ ഇട റോഡുകളൊക്കെ തന്നെ കുത്തിപ്പിടിച്ചിട്ടിരിക്കുകയാണ്. പണി നടക്കുന്നില്ല പലയിടത്തും. ഈ റോഡിലൂടെയാണ്, ഇത്രയും ട്രാഫിക് ബ്ലോക്കുള്ള റോഡിലൂടെയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ KSRTC ഡ്രൈവർമാർ ഈ പല ബസ്സിലും ബെല്ലും ബ്രേക്കും ഒന്നുമില്ല ഇതൊക്കെ ഓടിച്ചെത്തുന്നത്. അങ്ങനെ രാവും പകലും വഴിക്കടവിലും തൃശ്ശൂരും ഒക്കെ തന്നെ ലോങ് ട്രിപ്പ് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ, ഇത്രയും ജനങ്ങളുടെ ജീവന്റെ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് ഒരു ഡ്രൈവർ തൃശ്ശൂരിൽ നിന്നോ അല്ലെങ്കിൽ പാലക്കാട് നിന്നോ ഓടി അയാൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആ KSRTC ബസിന്റെ മുൻപിൽ സ്വകാര്യ കാർ കൊണ്ടിട്ട് പറയുകയാണ്, നിങ്ങളൊക്കെ തന്നെ ഇറങ്ങണം. ഞാൻ ചോദിച്ചോട്ടെ,
ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തു വരുന്ന യാത്രക്കാരോട് പറയുന്നു, പാളയത്ത് വെച്ചിട്ട് കാർ കൊണ്ട് തടുത്തിട്ട് പറയാ, ഞാൻ ഇവിടുത്തെ മേയറാണ്, ഞാൻ MLA ആണ്, നിങ്ങളൊക്കെ തന്നെ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങണം. ഒന്ന് ആലോചിച്ചു നോക്ക്. രാത്രിയിൽ പാവപ്പെട്ട ആദ്യമായിട്ട് യാത്ര ചെയ്ത ദൂരയാത്ര ചെയ്ത സ്ത്രീകളുണ്ടായിരുന്നു, വൃദ്ധരുണ്ടായിരുന്നു, കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ ഞാൻ മനസ്സിലാക്കിയത് 1-2 പെൺകുട്ടികൾ. അവർ തൃശ്ശൂരിൽ നിന്ന് പഠനം കഴിഞ്ഞിട്ട് വരികയായിരുന്നു. അവിടെ നിന്ന് സുഹൃത്തുക്കൾ കയറ്റി അയച്ചു. ബസ് സ്റ്റാൻഡിൽ അച്ഛനും അമ്മയും കാത്തു നിൽക്കുകയായിരുന്നു. 18-20 വയസ്സായ പെൺകുട്ടികൾ, അവരെ ഇറക്കി വിട്ടു. നിങ്ങൾ എല്ലാവരും ഇറങ്ങണം. ഞാൻ ചോദിക്കട്ടെ, ഇത് ആര് കൊടുത്ത അധികാരമാ? ഇത് ആര് കൊടുത്ത അവകാശമാ? ഇവർ മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് തന്നെ ആരോ ഉപദേശിച്ചു കൊടുത്തു, നഗരസഭ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റും ഉൾപ്പെടെ വരുമ്പോഴേക്കും കോട്ടുമിട്ടുകൊണ്ട് സ്വീകരിക്കുവാൻ വേണ്ടി അധികാരമുള്ള ഒരേ ഒരാളാണ്. അപ്പോൾ ഇവർ ധരിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെ പള്ളിപ്പുറത്ത് നിന്ന് ആരംഭിച്ച് കാരക്കാമണ്ഡപത്തിൽ അവസാനിക്കുന്ന കോർപ്പറേറ്റ് നഗരപരിധി ഉണ്ടല്ലോ, ആ നഗരപരിധിക്കുള്ളിലുള്ള മണൽത്തരിയും ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളും ഇവിടെയുള്ള അന്തരീക്ഷവും വായുവും ഒക്കെ തന്നെ സകല ചരാചരങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ളതിൽ എന്റെ കാൽക്കീഴിലാണ് ധരിക്കുന്ന വിഡ്ഢിയായ ഒരു പെൺകുട്ടിയെ ചുമക്കേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അവർ പറയുകയാണ്, ആ ഡ്രൈവറോട് ചോദിക്കുകയാണ്, ഞങ്ങളോടൊക്കെ താങ്കൾ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരോടൊക്കെ എങ്ങനെയാണ്? ഞങ്ങളാരാ? അതായത് എനിക്ക് KSRTC ബസ്സിനെ കാറ് കൊണ്ടിട്ട് തടയുവാനുള്ള അധികാരം എനിക്കുണ്ട്, അവകാശം എനിക്കുണ്ട് എന്ന ഒരു ധാരണ ഇവരുടെ മനസ്സിൽ രൂപപ്പെട്ടു പോയി. മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയണം. നിങ്ങൾക്ക് അഴിമതി കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് മാലിന്യം വിൽക്കുന്നതിൽ അഴിമതി കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് കൊതുകിനെ പിടിക്കുന്നതിൽ അഴിമതി കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് തെരുവുനായി പ്രശ്നത്തിൽ അഴിമതി കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് വീട്ടുകരം തട്ടിയെടുക്കാൻ വേണ്ടി, നിങ്ങൾക്ക് കുടിവെള്ള പ്രശ്നത്തിൽ അഴിമതി കാണിക്കാൻ വേണ്ടി, നിങ്ങൾ ഇത്തരമുള്ള ഒരു അഹങ്കാരിയെ പിടിച്ച് മേയറാക്കി ഈ നഗരത്തിലെ ജനങ്ങളുടെ മാത്രമല്ല ഈ നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന സകല ജനങ്ങളുടെയും ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നതിൽ നിങ്ങൾ മറുപടി പറയണം. 2015 കൊടുത്തതാണ് 1000 കോടി രൂപ. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി ആക്കാൻ വേണ്ടി 2015 കൊടുത്തതാണ് 1000 കോടി രൂപ. 1-2 വർഷം കൊണ്ട് ആ പണി പൂർത്തിയാക്കണം. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തെ റോഡുകളൊക്കെ തന്നെ കുത്തിക്കുഴിച്ചിട്ട് എത്ര കാലമായി? എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല? ഇതിന്റെ കോൺട്രാക്ട് കൊടുത്തത്, ആദ്യം കോൺട്രാക്ട് കൊടുത്തത്, രണ്ടാമത് കോൺട്രാക്ട് കൊടുത്തത് ഒരു പെട്ടിക്കടയോ കലുങ്കോ പോലും നിർമ്മിച്ചിട്ടില്ലാത്തവർക്കാണ്, ഒരു പക്വതയും പാകതയില്ലാത്തവർക്കാണ്. അവർ കോൺട്രാക്ട് മേടിച്ചെടുത്തു. CPM-ന്റെ നേതാക്കന്മാർക്കും നഗരസഭയിലെ ഭരണാധികാരികൾക്കും കമ്മീഷൻ കൊടുത്തു. എന്നിട്ട് അവർക്ക് JCB ഇല്ല, ടിപ്പറില്ല, ടാർ മിക്സ് ചെയ്യുന്ന യന്ത്രമില്ല, റോഡ് കുഴിക്കാനുള്ള ഉപകരണങ്ങളില്ല. കാരണം അവർ കലുങ്കോലും നിർമ്മിച്ചിട്ടില്ല. പക്ഷേ 30-40% കമ്മീഷൻ CPM-ന്റെ നേതാക്കന്മാർക്ക് നഗരസഭയുടെ ഭരണാധികാരികൾ കൊടുത്തു. തകടം പറഞ്ഞില്ലേ? തിരുവനന്തപുരം നഗരസഭയിൽ താളം തട്ടാത്ത എന്താ ഉള്ളത്? തകടം അറിയാത്ത എന്താ ഉള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം മേയറുടെ വന്നിട്ട് ഈ നാണക്കേടൊക്കെ സഹിക്കാൻ വയ്യാതെ ഇവിടെ വന്നിട്ട് പിന്തുണ നേടുകയാണ്. എന്ത് അപമാനകരമാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് അനുകൂലമായി പ്രകടനം നടത്തണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു തോന്നിയാസം കാണിച്ചു, കൈയുടനെ പിടിക്കപ്പെട്ടു. ഞാനും എന്റെ ഭർത്താവും നഗ്നരായിട്ട് ഇപ്പൊ സമൂഹത്തിന്റെ മുൻപിൽ രാഷ്ട്രീയമായി നഗ്നരായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഞങ്ങളെ ശപിക്കുകയാണ്, എല്ലാവരും ഞങ്ങളെ ആക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടി വന്നിട്ട് എനിക്ക് പിന്തുണ അർപ്പിച്ച് പ്രകടനം നടത്തി എന്നെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു. പല ഉദ്യോഗസ്ഥരും അതിന് തയ്യാറായില്ല. അടുത്ത നടപടി എന്താണെന്നറിയോ? രാവിലെ വന്നിട്ട് അറ്റൻഡൻസ് ബുക്ക് വാങ്ങിക്കും. എന്നിട്ട് പറയുന്നു 10-20 ആവുമ്പോഴേക്കും എല്ലാവരുടെയും അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരണം. ഞാൻ ചോദിക്കട്ടെ, തലേദിവസം വരെ എന്താ ചെയ്യാത്തത്? കരാറുകാരെ വിളിച്ച് പറയുകയാണ്, എനിക്ക് അനുകൂലമായി പ്രകടനം നടത്തണം. ഞാൻ കാണിച്ച തോന്നിയാസത്തിനെതിരായിട്ട് അനുകൂലമായിട്ട് പ്രകടനം നടത്തണം. എന്റെ ബന്ധുക്കൾ കാണിച്ച തോന്നിയാസത്തിന് അനുകൂലമായിട്ട് നിങ്ങൾ പ്രകടനം നടത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ ബില്ല് ഒപ്പിട്ട് തരില്ല. കരാറുകാരോട് ഈ കരാറുകാർ പണി നടത്തിയിട്ട് ബില്ലിൽ നിൽക്കുമ്പോൾ പറയുക, എനിക്ക് അനുകൂലമായിട്ട് നിങ്ങൾ പ്രകടനം നടത്തണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന BJP-യുടെ വിജയിച്ചു വന്ന കൗൺസിലർമാർ ഭരണമുണ്ടോ? ഇവരുടെ ഒക്കെ തന്നെ വാർഡുകളിലെ വർക്കുകൾ നടന്നു കഴിഞ്ഞാൽ അതുമായി ചെല്ലുമ്പോഴേക്കും പല ബില്ലും തടഞ്ഞു വയ്ക്കുന്നു, പല വർക്കുകളും സാങ്ഷൻ ആക്കുന്നില്ല. ഒരു ശത്രുവിനോട് പെരുമാറുന്നത് പോലെയാണ് പെരുമാറുന്നത്. ഈ നഗരത്തിലെ 1000-2000 ഭൂരിപക്ഷം വാങ്ങിച്ചാണ് വാർഡുകളിൽ നിന്നും ഇവരൊക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അവരൊക്കെ ചെല്ലുമ്പോഴൊക്കെ തടഞ്ഞു വയ്ക്കുന്നു. നടു റോഡിൽ സർക്കാർ ബസ്സിന് മുന്നിൽ
സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഈ ധാർഷ്ട്യം കാണിക്കുന്ന വ്യക്തി ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, സഹപ്രവർത്തകരോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? അങ്ങനെ ഒരു വ്യക്തിയെ ചുമക്കേണ്ട ഗതികേട് മാർക്സിസ്റ്റ് പാർട്ടി ഈ നഗരത്തിന് സംഭാവന ചെയ്തു, സമ്മാനിച്ചു എന്നുള്ളിടത്താണ് മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ സഹപ്രവർത്തകർ സംസാരിച്ചിട്ടുണ്ട്, ഇനിയും നിരവധി പേർ സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുഹൃത്തുക്കളെ, കേരളം ലജ്ജിക്കുകയാണ്, കേരളം ലജ്ജിക്കുകയാണ്. ഇവരെ മേയറായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി നിശ്ചയിച്ചപ്പോൾ, ഇവർ മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നന്നായിട്ട് വാർത്ത കൊടുത്തു. 21 വയസ്സുള്ള ഒരു അത്ഭുതം ലോകത്ത് സംഭവിച്ചിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഇത്തരത്തിലൊരു മേയർ ലോകത്ത് ഒരിടത്തുമില്ല എന്നുള്ള നിങ്ങളുടെ ആ വാദഗതി ഞാൻ ശരിവയ്ക്കുകയാണ് ഈ അവസരത്തിൽ. ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഒരു ഭരണാധികാരിയായിട്ട് ഒരിടത്തും ലോകത്തിലില്ല എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. വേറെയും പലതും പറയാറുണ്ട്. തട്ടുകടയിൽ ചെന്ന് കഴിഞ്ഞാൽ ദോശ ചുട്ട് കിട്ടാൻ വേണ്ടി താമസിക്കുകയാണെന്നുള്ള തട്ടുകടക്കാരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത സംഭവമുണ്ട്. ഞാനിവിടെ പറയുന്നില്ല, അത് പലർക്കും അറിയാം, ഞാൻ പറയുന്നില്ല. അല്ലെന്ന് പറയട്ടെ, ലൈസൻസ് തട്ടുകടക്കാരന്റെ ചൂട് ദോശ ചുട്ട് മാവ് വാരി കല്ലിലൊഴിച്ചു കഴിഞ്ഞാൽ മിനിമം സമയം കൊടുക്കണ്ടേ? ഞാൻ മേയറാണ്, ഞാൻ മന്ത്രിയാണെന്ന് എന്റെ ഭർത്താവ് MLA ആണെന്ന് പറഞ്ഞാൽ ദോശ പെട്ടെന്ന് വരുമോ? അത് ഈ ചൂടായ മിനിമം സമയം കൊടുക്കണ്ടേ? മാവ് വന്ന് വരണ്ടേ? ഇല്ല. എന്നെ കാണുമ്പോൾ തന്നെ ദോശ കല്ലിൽ ഉണ്ടാവണം. അത് അപ്പോൾ തന്നെ എന്റെ കാറിന്റെ ഡോർ തുറക്കുമ്പോൾ ദോശ ചുട്ട് വന്നില്ലെങ്കിൽ നിന്റെ കടയുടെ ലൈസൻസ് ക്യാൻസൽ എന്ന് പറയുന്ന വിഡ്ഢിത്തം പേരുന്ന വ്യക്തികളാണ് ഈ ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്നത്. ഇല്ല എന്ന് പറയട്ടെ, തട്ടുകടക്കാരൻ നാളെ ഹാജരാകും. പിന്നെ മിനിമം നിലവാരം പ്രതിപക്ഷ പ്രവർത്തനത്തിനും കാത്തു സൂക്ഷിക്കണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുടവൻമുകൾ പൂജപ്പുര വാർഡുകളിൽ ഞാൻ പോയിട്ട് ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള പൂജപ്പുര പ്രദേശത്തുള്ള ചില പാർട്ടി പ്രവർത്തകരുമായിട്ട് പോയിട്ട് ചിലരെ പാർട്ടിയിൽ ചേർത്തു. CPM നിന്നും ചില വനിതകൾ വന്നു, കോൺഗ്രസിൽ നിന്നും വന്നു. അതിൽ വന്ന ഒരു വനിത തട്ടുകട നടത്തുന്ന വനിതയാണ്. ആ തട്ടുകട നടത്തുന്ന വനിത ഞങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. കാരണം അവർ CPM മെമ്പറാണ്. അവർ പറഞ്ഞത്, അവർ തട്ടുകട നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും കോർപ്പറേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നിട്ട് അവരുടെ ഈ മാവും ചായയുടെ പാലൊക്കെ കൊണ്ടുവരുന്ന പാത്രങ്ങളൊക്കെ പിടിച്ചെടുത്തു. ഇവർ പോയി ചെന്ന് CPM-ലെ ഒരു നേതാവിനെ കണ്ടു. ആ നേതാവിന് ഇവിടുത്തെ ഭരണാധികാരിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇതറിയാതെ ചേച്ചി പോയി ഭരണാധികാരിയോട് പറഞ്ഞു, ഞാൻ മറ്റേ നേതാവിനെ കണ്ട. നീ അവനെയാണോ കണ്ടത്? എന്നാ പിന്നെ ഇതിന്റെ പാത്രങ്ങളെ കുറച്ച് പിടിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്ക്. 24,000 രൂപയുടെ തട്ടുകട നടത്തുന്ന സ്ത്രീയുടെ പാത്രങ്ങൾ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചു. ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ ആ സ്ത്രീയെ ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാ. മാധ്യമം കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാ. ആ സ്ത്രീ 9 തവണയാണ് ഇവിടെ വന്നത്. ആ വനിതയ്ക്ക് 53 വയസ്സായി. അവർ 9 തവണ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണാധികാരിയുടെ മുമ്പിൽ പോയി അവസാനം പറഞ്ഞു, ഓളെ ഞാൻ എന്റെ കാല് പിടിക്കാം, എനിക്ക് ആ പാത്രങ്ങൾ വിട്ടതാ, എന്റെ ജീവിതമാർഗമാണ്, വിട്ടുകൊടുത്തില്ല. ഒടുവിൽ അവർ അതിലൊരു എത്രയോ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. ആ ഫൈൻ അടച്ചിട്ടാണ് പാത്രങ്ങൾ വിട്ടുകൊടുത്തത്. ഫൈൻ അടപ്പിക്കാം, തെറ്റ് പറയുന്നില്ല, അവർ തെറ്റാണെന്ന് ഫൈൻ. പക്ഷേ അത് ആദ്യമാവണ്ടേ? തട്ടുകടയിൽ ദോശയും രസവടയും വിറ്റ് ജീവിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് എത്ര ലാഭമാണ് ദിവസം കിട്ടുന്നത്? അവരുടെ കട 1 മാസം അടഞ്ഞു കിടന്നു. 9 ദിവസം അവർ ഓട്ടം അടിച്ച് മുടവുമ്പോൾ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം പറഞ്ഞൂടെ നിങ്ങൾ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പാത്രം വിട്ടു കൊടുത്തൂടെ? അവർ പിറ്റേ ദിവസം കൊണ്ട് കടവർത്ത് ജീവിക്കുമല്ലോ. നിയമവിധേയമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിനൊക്കെ മറുപടി പറയണ്ടേ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് എത്ര കാലം സംരക്ഷിക്കാൻ സാധിക്കും? ഇങ്ങനെയുള്ളവരെ സംരക്ഷിച്ചല്ലേ പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു വട്ടപൂജ്യമായി മാറിയത്? ഇങ്ങനെയുള്ളവരെ സംരക്ഷിച്ചല്ലേ ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടി വട്ടപൂജ്യമായി മാറിയത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നതിൽ വലിയ പരാതിയൊന്നുമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ നാശം വിളിച്ചവരെ വരുത്തുകയാണ് എന്നാണ് പറയാനുള്ളത്. പക്ഷേ അതിനോടൊപ്പം തിരുവനന്തപുരവും കേരളവും നാശത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ആ KSRTC ഡ്രൈവർക്ക് നീതി ലഭിക്കണം. തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണം. അന്ന് നിങ്ങൾ ബസ്സിൽ നിന്നും ഇറക്കി വിട്ടവരുണ്ടല്ലോ, ആ ഇറങ്ങിപ്പോയവർക്ക് നീതി ലഭിക്കണം. ഇനി ഇത് കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ധിക്കാരം അവസാനിപ്പിക്കണം. ഇത്തരത്തിലുള്ള ധിക്കാരവും ഇത്തരത്തിലുള്ള അറിവുകേടും ഇത്തരത്തിലുള്ള വിവരമില്ലായ്മയും ഒക്കെ തന്നെ കൂടിക്കലർന്നിട്ട് അതിലൊരു പേരും ഇട്ട് കഴിഞ്ഞാൽ കോർപ്പറേഷൻ മേയറായി, അതിനൊരു മനുഷ്യരൂപവും കൊടുത്താൽ കോർപ്പറേഷൻ മേയറായി. അങ്ങനെയാണെങ്കിൽ BJP അതിന് അനുവദിക്കില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞങ്ങൾക്കത് അനുവദിക്കാൻ സാധിക്കില്ല. കാര്യം രാജ്യം ഭരിക്കുന്ന പാർട്ടി BJP-യാ. തിരുവനന്തപുരം പട്ടണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ
ജയിക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് ഉണ്ടാകാൻ പോകുന്ന ജനപ്രതി BJP-യുടെ ചിഹ്നത്തിൽ ജയിച്ച ജനപ്രതിനിധിയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് കൊടുത്ത കുറെ ഉറപ്പുകൾ ഞങ്ങൾ കൂടെ പാലിക്കണം. ഞങ്ങൾക്കത് പാലിച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെ പാലിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും ഇടത്തോട്ട് പോകുന്ന ഒരു ഭരണാധികാരി അവരുടെ ശൈലി തിരുത്തണം. അല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ നാടിന് ഭൂഷണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നടപടികളിലേക്ക് ഇവിടുത്തെ സമൂഹത്തിന് പോകേണ്ടി വരും. 17 മാസമാണ് ഇലക്ഷൻ ഉള്ളത്. നഗരസഭയിൽ 17 മാസമാണുള്ളത്. തീരുമാനമെടുക്കേണ്ട മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ 17 മാസം കൂടി ഈ നഗരസഭയെ തകർത്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രചരണ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങും. ഞങ്ങളുടെ പ്രതിഷേധം വരാൻ പോകുന്ന ദിവസങ്ങളിലും നഗരസഭയിൽ ആളിക്കത്തും. നഗരസഭയ്ക്കുള്ളിൽ കാണിക്കുന്ന ചില വില കുറഞ്ഞ തന്ത്രങ്ങളുണ്ട്. ഈ അത് കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. 21 വയസ്സിന്റെ പക്വതയാണ് കാണിക്കുന്നത്. പ്രതിപക്ഷ കൗൺസിലർമാർ, BJP-യുടെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ പ്രസംഗിക്കാൻ വരുമ്പോഴേക്കും മൈക്ക് ഓഫ് ചെയ്യുക. BJP-യുടെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർക്ക് അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാൻ കൊടുക്കാതിരിക്കുക. BJP-യുടെ ജയിച്ചു വന്ന കൗൺസിലർമാരെ കാണുമ്പോഴേക്കും അവർ ചെല്ലുമ്പോൾ അവരുടെ ഫയൽ എടുത്ത് വെക്കുക. ഇങ്ങനെ നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള നിലവാരം കുറഞ്ഞുള്ള പണികൾ ചെയ്താണ് ഞങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ 4 വർഷം മുമ്പ് BJP നഗരസഭയിൽ ആരംഭിച്ച വലിയൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ നഗരസഭാ മേയറും അവരുടെ സംഘവും നടു റോഡിൽ അഴിഞ്ഞാടിയത്. നിയമപരമായിട്ട് കോടതിയുടെ മുമ്പിലാണ് കോടതി നേരിടുന്നത്. പക്ഷേ മെമ്മറി കാർഡ് മോഷ്ടിച്ച ഒരു വ്യക്തി മേയറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് KSRTC ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് ഓടിച്ചു എന്ന ആരോപണ വിധേയായ ഒരു വ്യക്തി മേയറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരു നഗരഭരണം കൈകാര്യം ചെയ്യുന്നത് ഭൂഷണമാണോ എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പറയാൻ പോകുന്നത് ഇതിനപ്പുറം ചെയ്ത ആളാ ഞങ്ങളുടെ മുഖ്യമന്ത്രി. അദ്ദേഹം ഇരിക്കുന്നില്ലേ? ഇതിനപ്പുറമുള്ള കാര്യങ്ങളാ പുള്ളി ചെയ്യുന്നത്. പിന്നെ എന്താ ഞങ്ങൾക്ക് ഇരിക്കാൻ പാടില്ലാത്തതാണ് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ യാതൊരു സംശയവും വേണ്ട. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിന്റെ മറുപടി ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം പട്ടണത്തെ സ്നേഹിക്കുന്ന, കേരളത്തെ സ്നേഹിക്കുന്ന, ഈ ധാർഷ്ട്യത്തിനെതിരെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഊർജ്ജം സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടവുമായിട്ട് BJP മുൻപിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഈ പരിപാടി ഉദ്ഘാടനമായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ കരമരാജൻ പ്രതിഷേധ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ VV രാജേഷ്, ശ്രീ അശോക് കുമാർ സാർ, അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മഞ്ജു PV, മറ്റൊരു ജില്ലാ സെക്രട്ടറി സുനി ബാലു, പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റു നേതാക്കന്മാരെ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തക കൗൺസിലർമാരെ, നല്ലവരായ പാർട്ടി പ്രവർത്തകർ, ഇത്തരം ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3.5 വർഷമായി ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ തലസ്ഥാന നഗരസഭയിൽ ഭരണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷം വരുന്ന തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾക്ക് ഇന്നൊരു തലവേദനയായി തലസ്ഥാന നഗരസഭയുടെ ഭരണം മാറിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ നിങ്ങൾ ചെയ്തു തീർത്തിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് നിങ്ങളുടെ ഭരണസമിതിക്ക് പറയുവാനുണ്ടോ? ഈ നാട്ടിലെ ജനങ്ങളുടെ നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അധികാരവും ധിക്കാരവും അധികാരത്തിന്റെ മത്ത് പിടിച്ച് നിങ്ങൾ അഹങ്കാരത്തിന്റെ രീതിയിൽ ഭരണം നടത്തുന്നതല്ലാതെ ഈ തലസ്ഥാന നഗരത്തിൽ എടുത്തു പറയുവാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞ 3.5 വർഷം CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് പറയാനുണ്ടോ? ശ്രീ VV രാജേഷ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളല്ലാതെ ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ നടപ്പാക്കിയെന്ന് അവകാശപ്പെടാനുണ്ടോ? ഈ
തലസ്ഥാന നഗര ജനതയോട് വെല്ലുവിളി കാണിക്കുന്ന ഒരു ഭരണസമിതിയാണ് ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ തലസ്ഥാന നഗരത്തിൽ ഭരണം നടത്തുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 3.5 വർഷമായി സഹിക്കുകയാണ്. ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ തന്നെയാണ്. ഞങ്ങളെയൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഇവിടെ ശ്രീമതി ആര്യ രാജേന്ദ്രനെയും CPM-ന്റെ നേതാക്കന്മാരെ മാത്രമല്ല ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ശ്രീ VV രാജേഷ് അടക്കം ഇവിടുത്തെ ജനപ്രതിനിധികൾ, അശോക് കുമാർ സാർ അടക്കം ഇവിടുത്തെ ജനപ്രതിനിധികൾ അവരെ തെരഞ്ഞെടുത്തത് ഇവിടുത്തെ ജനങ്ങളാണെന്നുള്ള ഉത്തമമായ ബോധ്യം ഇവിടുത്തെ CPM നേതൃത്വത്തിലുണ്ടാവണം. അശോക് കുമാർ സാറിന്റെ പാരമ്പര്യം എന്താണ്? 50 വർഷം അദ്ദേഹം വിദ്യാഭ്യാസം, പഠനം പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് പോലും മര്യാദഘട്ട സമീപനമാണ് ഇവിടുത്തെ CPM നേതൃത്വം എടുത്തിട്ടുള്ളത് എന്ന് ഞാൻ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സഹോദരിമാരുടെ മക്കളുടെ വിവാഹ ധനസഹായം പോലും തട്ടിമാറ്റിയ നേതാക്കന്മാരുടെ പാർട്ടിയാണ് ഈ തലസ്ഥാന നഗരസഭ ഭരിക്കുന്നത്. ആരുടെ ഫണ്ടാ തട്ടിക്കൊണ്ടുപോയത്? പട്ടികജാതി വിഭാഗങ്ങൾ. ഒരു കാലഘട്ടത്തിൽ CPM-ന്റെ ഭരിക്കുന്ന ഒരു സ്ഥലമായി തലസ്ഥാന നഗരസഭ മാറിയില്ലേ സുഹൃത്തുക്കളെ? സമാധാനനായ ഈ സമര മുഖത്തിന്റെ അധ്യക്ഷനും തിരുവനന്തപുരം നഗരസഭയുടെ കരുത്തുറ്റ കൗൺസിലറും നഗരസഭാ കൗൺസിൽ എന്നും ഭരണസമിതിക്ക് വേണ്ടി സ്വന്തമായ നെടുങ്കാട് വാർഡ് കൗൺസിലർ പ്രിയങ്കരനായ ശ്രീ കരമന അജിത്ത്, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ അനന്തപുരിയുടെ മുതിർന്ന കൗൺസിലറും സംസ്ഥാന സമിതി അംഗവുമായ ശ്രീ P. അശോക് കുമാർ സാർ, ഇന്നിവിടെ ഈ ധർമ്മസമരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന BJP-യുടെ പോർമുഖത്തിന്റെ സാരഥിയും തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനും പൂജപ്പുര വാർഡ് കൗൺസിലറുമായ ആരാധനായ ശ്രീ VV രാജേഷ് അവർ, സമാരാധരായ കൗൺസിലർമാർ, ഇന്നിവിടെ എത്തിച്ചേർന്ന വിവിധ മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, മറ്റ് മോർച്ചകളുടെ നേതാക്കന്മാർ, BJP-യുടെ സമുന്നത പ്രവർത്തകരെ എല്ലാവർക്കും സാദര നമസ്കാരം. വളരെ വിശദമായി തന്നെ ഈ സമരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ശ്രീ കരമന അജിത്ജിയും അതോടൊപ്പം തന്നെ ശ്രീ അശോക് കുമാർ സാറും കൂടെ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല.